എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3യെ പറ്റിയിട്ടാണ്. എന്താണ് ഡിവിസിബിലിറ്റി റൂൾ? ഒരു നമ്പർ മറ്റൊരു നമ്പർ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? അതായത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോഷ്യൻറ്റും റിമൈൻഡറും കിട്ടും അല്ലേ? ഈ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ് എന്ത് പറഞ്ഞു തരുന്നത്? ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3യെ പറ്റിയിട്ടാണ്. അതായത് എപ്പോഴൊക്കെയാണ് ഒരു നമ്പറിനെ 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കുക, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. തന്നിരിക്കുന്ന ഒരു നമ്പർ 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലെ ഡിജിറ്റ്സുകൾ തമ്മിലുള്ള സം എന്ന് പറയുന്നതും 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം. നമുക്കിതൊരു എക്സാമ്പിൾ വഴി ഡീറ്റെയിൽ ആയി നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 35,721 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ആക്ച്വൽ ഡിവിഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്കിവിടെ എന്ത് മാത്രം ചെയ്താൽ മതി? ഡിജിറ്റ്സിൻ്റെ സമ്മ് കണ്ടുപിടിച്ചതിന് ശേഷം അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈ നമ്പറിലെ ഡിജിറ്റ്സിൻ്റെ സമ്മ് എത്രയാണ്? 3 + 5 + 7 + 2 + 1, അതായത് 18. 18 എന്ന് പറയുന്നത് 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. കാരണം എന്താണ്? അവിടെ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ എൻറ്റയർ നമ്പർ, അതായത് 35,721 എന്ന് പറയുന്ന നമ്പർ 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതായത് അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ഏതാ? 67,834. ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സം ഓഫ് ദ ഡിജിറ്റ്സ് ആദ്യം കണ്ടുപിടിക്കാം. എത്രയാണ് ഇവിടെ ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത്? 6 + 7 + 8 + 3 + 4, അതായത് 28. ഇനി ഈ 28 എന്ന് പറയുന്നത് 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? 28നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കോഷ്യൻ്റായി 9ഉം റിമൈൻഡറായി 1ഉം ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 28 എന്ന് പറയുന്നത് 3 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ 67,834 എന്ന് പറയുന്ന നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. അതായത് 67,834നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആയിരിക്കില്ല. അപ്പോൾ ഇനി എത്ര വലിയ നമ്പർ തന്നു കഴിഞ്ഞാലും 3 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി ഈസിയായി നമുക്ക് ചെക്ക് ചെയ്യാലോ. എന്ന് മാത്രം ചെയ്താൽ മതി? ഡിജിറ്റ്സിൻ്റെ സമ്മ് കണ്ടുപിടിച്ചതിന് ശേഷം അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി.